ഹായ് മകളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണി. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ. വളരെ പ്രധാനപ്പെട്ട എന്നാൽ വളരെ സിമ്പിൾ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു കിഡിലൻ ചാപ്റ്ററിലേക്കാണ് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നത്. ചാപ്റ്ററിന്റെ പേര് മറ്റൊന്നുമല്ല, സർക്കിൾ മെഷേഴ്സ് അഥവാ വൃത്തങ്ങളുടെ അളവുകൾ എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. സത്യം പറഞ്ഞാൽ ഇതിലാകെ രണ്ട് പോയിന്റേ പഠിക്കാനുള്ളൂ. രണ്ട് പോയിന്റ്. എന്തൊക്കെ 2 പോയിന്റ് എന്നല്ലേ? ഇത്രേ ഉള്ളൂ. ഒന്ന്, ഒരു സർക്കിളിന്റെ ചുറ്റളവ് അഥവാ പെരിമീറ്റർ എത്ര? പെരിമീറ്റർ അഥവാ ചുറ്റളവ്. ചുറ്റളവ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ഒരു സ്ഥലത്തും തുടങ്ങി ആ സ്ഥലം വരെ എത്തുന്ന പോയിന്റ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു ടയറാണ്, ഇതൊരു ടയറാണെന്ന് വിചാരിച്ചോ. ടയർ ഇവിടെ നിന്ന് തുടങ്ങി, അതൊരു വട്ടം കറങ്ങി കഴിഞ്ഞാൽ ഇവിടെ എത്തുമല്ലോ. അങ്ങനെ കറങ്ങി കഴിഞ്ഞ സമയത്ത് ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ദൂരം എത്ര എന്നാണ്, അതാണ് പെരിമീറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഇക്വേഷൻ ഒരു പണിയില്ല, 2 ഇക്വേഷൻ പഠിച്ചാൽ മതി, ഏതെങ്കിലും ഒന്ന് പഠിച്ചാലും മതി. 2πr, അതായത് ഇവിടെ 2r എന്ന് പറഞ്ഞാൽ സർക്കിളിൻ്റെ റേഡിയസിൻ്റെ ഡബിൾ ആണ്, ആറും. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, dπ. ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു ഇക്വേഷൻ പഠിച്ചു നോക്കുക. ഒരു എക്സാമ്പിൾ കൂടി പറഞ്ഞുതരാം. ഒരു സർക്കിളിൻ്റെ റേഡിയസ് 3 ആണെങ്കിൽ അതിൻ്റെ ചുറ്റളവ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 2 π × 3 അഥവാ 6π. ഓർ dπ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇത് ഡയമീറ്റർ ആണ്, 3+3 6π. dπ എന്ന് പറഞ്ഞാൽ 6π. ഈ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് വെച്ച് നിങ്ങൾക്ക് അതിൻ്റെ ചുറ്റളവ് കണ്ടുപിടിക്കാം. രണ്ടാമതായിട്ട് നിങ്ങൾ ഈ ചാപ്റ്ററിൽ പഠിക്കണം, ഇതിനാണ് പെരിമീറ്റർ അഥവാ ചുറ്റളവ് എന്ന് പറയുക കേട്ടോ. പെരിമീറ്റർ അഥവാ ചുറ്റളവ്. ഇംഗ്ലീഷ് മീഡിയക്കാർക്ക് ഒരു പേരും കൂടിയുണ്ട്, സർക്കംഫറൻസ്, ചുറ്റളവ്. രണ്ടാമതായിട്ട് ഈ ചാപ്റ്റർ നിങ്ങൾ ആകെ പഠിക്കാനുള്ള ഒരേ ഒരു കാര്യം കൂടി ഉള്ളത് കൂടി ഞാൻ ചാപ്റ്റർ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇതിൻ്റെ ഏരിയ അഥവാ പരപ്പളവാണ്. അത് ബാക്കിയുള്ള ഭാഗം, ചുറ്റുള്ള അളവിൻ്റെ പുറമുള്ള ഏരിയ. അത് കണ്ടുപിടിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ πr² ആണ്. π × r². ഒറ്റ ഇക്വേഷൻ ഉള്ളൂ. ഫോർ എക്സാമ്പിൾ, ഈ കാണുന്ന സർക്കിളിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് √5 ആണെങ്കിൽ അതിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? π × √5² മക്കളെ, √5² റൂട്ടും വെട്ടാം. സോ 5 വരും, 5 × π ഇതാണ് ഇതിൻ്റെ ഏരിയ. സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇത്രയോ ആകെ ചാപ്റ്റർ പഠിക്കാനുള്ളൂ. പക്ഷേ ഈ ചാപ്റ്റർ നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തുകൂടി പഠിക്കണം? ഒരു ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിളിൻ്റെ ഏരിയ പഠിക്കണം. ഫുൾ മാർക്ക് കിട്ടണമെങ്കിൽ എല്ലാ സൈഡും ഈക്വൽ ആണെങ്കിൽ അതിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ? √3a²/4 ആണ്. ഇത് നിങ്ങൾ പഠിക്കണം, എന്നാലേ ഈ ചാപ്റ്റർ ഫുൾ മാർക്ക് കിട്ടുള്ളൂ. കാരണം നിങ്ങളുടെ പരീക്ഷയ്ക്ക് ഇങ്ങനെ ചിത്രം വരും, എന്നിട്ട് ഈ കാണുന്ന ഭാഗം ഷെയ്ഡ് ചെയ്യും, എന്നിട്ട് ഈ ഷെയ്ഡ് ചെയ്ത ഭാഗത്തിൻ്റെ ഏരിയ ചോദിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? സർക്കിളിൻ്റെ ഏരിയ എന്ന് ഈ കാണുന്ന ഏരിയ കുറയ്ക്കണം. പിന്നെ നിങ്ങൾ മെയിനായിട്ട് പഠിക്കേണ്ട ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഇതാണ്, റെഗുലർ ഹെക്സഗൺ, സമഷഡ്ഭുജം. ഇത് നിങ്ങൾ ഇതിൽ പഠിക്കേണ്ട കാര്യം. എല്ലാ സൈഡും ഈക്വൽ, എ. അപ്പോൾ 6 വശങ്ങൾ ഈക്വൽ ആണെങ്കിൽ അതിൻ്റെ ഏരിയ കാണാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ആണ് 6 × √3a²/4. 6 × √3a²/4. അത് ഈ കാണുന്ന ഇക്വേഷനിലേക്ക് ഒരു 6ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ എന്തായി? ഇതിൻ്റെ ഏരിയ ആയി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പഠിച്ചാൽ തന്നെ ഈ ചാപ്റ്റർ എന്താണ്, കംപ്ലീറ്റ് നിങ്ങൾ പഠിച്ചു തരും. വേറെ ഒന്നും പഠിക്കാനില്ല. ഇനി ഇതിൻ്റെ ചോദ്യങ്ങൾ ചെയ്ത് പഠിക്കാനുള്ളൂ. അത് നമ്മൾ എന്ത് ചെയ്ത് തരികയും ചെയ്യും, നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് കൃത്യമായിട്ട് എന്താക്കി തരും, പറഞ്ഞു തരികയും ചെയ്യും. നിങ്ങൾ ലൈവിലേക്കൊക്കെ വരിക. അപ്പോൾ വെറും 5 മിനിറ്റ് അല്ല 3 മിനിറ്റ് കൊണ്ടാണ് നിങ്ങൾ എന്ത് ചെയ്തത്, ഈ ചാപ്റ്റർ പഠിച്ചത്. ഇത്രയും പഠിച്ചതിന് ശേഷം നിങ്ങൾ എല്ലാ ഫ്രണ്ട്സിനോടും വരാൻ പറയുക. ഇനി ഞാൻ സിമ്പിളായിട്ട് 1-2 ക്വസ്റ്റ്യൻസ് ഞാൻ കാണിച്ചു തരാം. ഫോർ എക്സാമ്പിൾ, ഒരു സർക്കിളിൻ്റെ റേഡിയസ് 5 ആണെങ്കിൽ, അല്ലെ വേണ്ട 5 അല്ല, ഒരു 6 ആണെങ്കിൽ അതിൻ്റെ പെരിമീറ്റർ എത്ര? എക്സാമ്പിൾ കാണിച്ചു തരാം. അപ്പം 2 × π × 6 12π ആണ്. ഇതിൻ്റെ ഏരിയ എത്ര അഥവാ പരപ്പളവ് എത്ര? ഒരു പണിയുമില്ല, π × r². r² 6 × 6, സോ 36π ആണ്. ഓക്കെ ആണല്ലോ. ഇനി നിങ്ങളുടെ പരീക്ഷയ്ക്ക് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും, ഒരു സർക്കിളിൻ്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് 10π ആണെങ്കിൽ ഇതിൻ്റെ ഡയമീറ്റർ എത്ര, റേഡിയസ് എത്ര? പരീക്ഷ ചോദിക്കും. നമുക്കറിയാം, പെരിമീറ്റർ 10π ആണെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? 2πr = അല്ലെങ്കിൽ d × π = ഇനി ആൻസർ ചെയ്യാം, d × π = 10π. രണ്ട് ഭാഗത്തും എന്തുണ്ട്? π ഉണ്ട്. നമുക്ക് എന്താ വെട്ടാം. അപ്പോൾ d = 10. d 10 ആണ്, റേഡിയസ് 5. കണ്ടോ? ഇനി പെരിമീറ്റർ = 14π ആണെങ്കിലോ റേഡിയസ് എത്ര വെച്ചാൽ എന്ത് ചെയ്താൽ മതി? ഇത് d ആണ്, അപ്പോൾ അതിൻ്റെ പകുതി 7 വരും. ഓക്കെ ആണല്ലോ. ഇതേ ടോപ്പിക് നിങ്ങളോട് ചോദിക്കുകയാണ്, ഒരു സർക്കിളിൻ്റെ ഏരിയ = 49π ആണ് എങ്കിൽ അതിൻ്റെ റേഡിയസ് എത്ര, ഡയമീറ്റർ എത്ര? പരപ്പളവ് 49 ആണെങ്കിൽ നമുക്കറിയാം, പരപ്പളവ് പറഞ്ഞാൽ എന്താ? πr² ആണ്. πr² = 49π ആണ്. അപ്പോൾ നമുക്ക് പയ്യും വെട്ടാം. അപ്പോൾ എന്ത് കിട്ടി? r² = 49. സോ r = √49. അപ്പോൾ റേഡിയസ് a ആണെങ്കിൽ ഡയമീറ്റർ അതിൻ്റെ ഇരട്ടിയാണ്. രസല്ലേ? ഇനി അടുത്തൊരു ചോദ്യം. ഈ കാണുന്ന സർക്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 5π cm² ആണ് ഏരിയ. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ r എത്ര, ഡയമീറ്റർ എത്ര? അപ്പോൾ r കാണാൻ ഒരു പണിയില്ല. 5π ആണെങ്കിൽ ഏരിയ എന്ന് പറഞ്ഞാൽ πr² ആണ്. πr² = 5π. രണ്ട് ഭാഗത്തും π ഉണ്ട്, വെട്ടാം. അപ്പോൾ r² = 5 ആണെങ്കിൽ r എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? √5. അപ്പം r √5, അതിൻ്റെ ഇരട്ടി ഡയമീറ്റർ.
ഓക്കെ, അപ്പോൾ തിരിച്ചും മറിച്ചും നമ്മൾ പഠിച്ചു. അപ്പോൾ വെറും 5 മിനിറ്റ് മതി നിങ്ങൾക്ക് ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാൻ. അത്രയും സിമ്പിൾ ആയിട്ടുള്ള പവർഫുൾ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. സോ എല്ലാ ക്ലാസ് ഞാൻ ഫ്രണ്ട്സിന് ഈ വീഡിയോ അയച്ചു കൊടുക്കാം. നിങ്ങളുടെ ഏറ്റവും വിലപ്പെട്ട അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ ഫ്രം സൈലന്റ് ലേണിംഗ്. ബൈ.